തന്നാനേ താനാ ദിന തന്നാനം താനാ തന്നാനേ താനാ ദിന തന്നാനം താനാ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ അക്കാലം പോയായുഗത്തിൽ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ അക്കാലം പോയായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെള്ളവുമില്ലല്ലോ അക്കാലം പോയായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെള്ളവുമില്ലല്ലോ അക്കാലം പോയായുഗത്തിൽ. എൻ്റെ നാട്ടിൽ ഒരുപാട് പാട്ടുകളുണ്ട്. എൻ്റെ നാട്ടിൽ അത് പ്രത്യേകിച്ച് ഓണപ്പാട്ടുകളാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. എൻ്റെ നാട്ടിലെ മനുഷ്യരെല്ലാവരും അവർ ഓണത്തിന് സംഘമായി പാട്ടും പാടി. ഓണത്തിന് അവരുടെ ഒരു ആഘോഷമാണ് സ്ത്രീകളുടെ. പുരുഷന്മാരുടെ വേറെ ആഘോഷമുണ്ട്. ഈ സ്ത്രീകൾ കംപ്ലീറ്റ് പാടി കളിക്കുന്നൊരു അവരുടെ ഒരു ഓണമാണ് ഞങ്ങളുടെ നാട്ടിലെ ഓണം. അവിടെ അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിച്ചാൽ എല്ലാ റിലേഷൻസ് ബന്ധുക്കളെല്ലാം നഷ്ടപ്പെടും. അച്ഛനും അമ്മയും എല്ലാം അവർക്ക് ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. ഇവർ അനാഥമാവും. നേരം പോയി പൂക്കൈത മറപറ്റി നേരം പോയി പൂക്കൈത മറപറ്റി നങ്കോയി കുളക്കോയി തത്തിപ്പായുന്നേ നങ്കോയി കുളക്കോയി തത്തിപ്പായുന്നേ. നമസ്കാരം. ഇന്ന് ഈ ഓണക്കാലത്ത് നമ്മളോടൊപ്പം ഉള്ളത് മൺപാട്ട് കലാകാരൻ എന്ന വിശേഷണത്തിന് ഏറെ അർഹനായ ശ്രീ ജയചന്ദ്രൻ കടമ്പനാടാണ്. അദ്ദേഹം വെറും നാടൻപാട്ട് അല്ലെങ്കിൽ ഒരു നാടൻപാട്ട് കലാകാരൻ എന്നതിനപ്പുറത്തേക്ക് ഫോക്ക് ലൈഫ് അക്കാഡമിയുടെ ഡയറക്ടർ കൂടിയാണ്. സ്നേഹപൂർവ്വം സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അദ്ദേഹത്തോടൊപ്പം ശ്രുതിലയ സംഗീത അക്കാഡമിയുടെ സ്ഥാപകനും അതിൻ്റെ സാരഥിയുമായ സുഗുണചേട്ടനും വന്നിട്ടുണ്ട്. അദ്ദേഹം നിരവധി വേദികളിൽ ജയേന്ദ്ര ചേട്ടനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം നിരവധി വേദികളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ്. നമസ്കാരം സർ. നാടൻ പാട്ട് എപ്പോഴും മനുഷ്യൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു താളം അതിനുണ്ട്. നമുക്ക് എപ്പോൾ കേട്ടിരുന്നാലും ഏത് സമയത്ത് കേട്ടിരുന്നാലും അതിൻ്റെയൊക്കെ ഹൃദയത്തിൻ്റെ താളമാണ് എന്ന് നമുക്ക് പറഞ്ഞു കേൾക്കാറുണ്ട്. എന്താണ് ഈ നാടൻ പാട്ടിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? അതിൻ്റെ പ്രധാന കാരണം ഇതാണ്, ഹൃദയം ആയിട്ട് ബന്ധപ്പെട്ട് ഹൃദയമെടുപ്പിൻ്റെ താളം ഉണ്ടല്ലോ. മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം ഒഴുകുന്നതിൻ്റെ താളം, അതിൻ്റെ താളമുണ്ട്. നടക്കുന്നതിന് താളമുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നതിന് താളമുണ്ട്, സംസാരിക്കുന്നതിന് താളമുണ്ട്, പ്രകൃതിയുടെ എല്ലാ ചലനങ്ങൾക്കും താളമുണ്ട്. മനസ്സിലായി. അപ്പം സ്വാഭാവികമായിട്ടും ഈ പ്രകൃതിയുടെ താളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മനുഷ്യൻ സംഗീതവും രൂപപ്പെട്ടുള്ളത്. അവൻ്റെ പ്രവൃത്തി, കൊയ്ത്ത്. അപ്പോൾ കൊയ്യുന്നതിന് ഒരു താളമുണ്ട്, കൊയ്ത്ത്. അപ്പം കൊയ്ത്തിന് താളം എന്ന് പറയുമ്പം അതിൻ്റെ മര്യാദയ്ക്ക് മനുഷ്യൻ എങ്ങനെയാണോ കൊയ്യുന്നത് അതിനൊരു താളത്തിലാണ് അത് കൊയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ കൊയ്ത്ത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടും പാട്ടിനെ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ പ്രവൃത്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില കാലദേശങ്ങളുടെ സ്വഭാവ സവിശേഷത അനുസരിച്ചും പാട്ടിൻ്റെ സ്പീഡുകൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആഫ്രിക്കയിലേക്ക് നമുക്ക് നമ്മൾ ഇവിടുത്തെ ഒരു താളക്രമം ആയിരിക്കണമെന്നില്ല, അതിന് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഫാസ്റ്റ് അതിൻ്റെ ആവശ്യകതയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എടുക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വഴക്കങ്ങളിലും നമ്മുടെ പ്രകൃതിയുടെ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാം കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു ഭാഷയും അതിൻ്റെ കേട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനോട് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ആ സംഗീതത്തിന് അതിൻ്റെ അത് നമ്മളെ ആനന്ദവും ആഹ്ലാദവും ഒക്കെ തരുന്ന. എൻ്റെ അപ്പാ രാരീരോ എൻ്റെ അപ്പാ എൻ്റെ അപ്പാ രാരീരോ എൻ്റെ അപ്പാ വരുന്നവരെയും കാണാം പോണോരെയും കാണാം എൻ്റെ അപ്പാ രാരീരോ എൻ്റെ അപ്പാ അവറ്റേം തിന്നാം കൊട്ടേം നെയ്യാം എൻ്റെ അപ്പാ രാരീരോ എൻ്റെ അപ്പാ. അപ്പം മനസ്സിലായില്ലേ? അതിലൊരു ആഹ്ലാദം അവർ അനുഭവിക്കുന്നുണ്ട്. അവർ തൊഴിലിൻ്റെ അതിൽ ഒരു ആയാസം ഉണ്ട്. പിന്നെ എന്താ പറയുക, പലതരത്തിലുള്ള സങ്കടങ്ങളും ഒക്കെ അതിനകത്ത് മാറ്റപ്പെടുന്നുണ്ട്. വിശപ്പിൻ്റെ പ്രശ്നങ്ങൾ, ഒരുപാട് തരം ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ വഴക്കം കണ്ടില്ലേ? അതെ അതെ. അപ്പോൾ അതിൽ അതൊരു ആനന്ദം തന്നെ അവരതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ സംഗീതത്തിൻ്റെ ഇതിൽ.
അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയും അങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്ന അതേ വാക്കുകളും വാചകങ്ങളും ഒക്കെ തന്നെയാണ് അല്ലെങ്കിൽ പാട്ടുകളായി രൂപാന്തരം പ്രാപിക്കുന്നത് ഒരു നാട്ടുശീലിൻ്റെ വഴക്കത്തിലല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളുടെ മണ്ണിൻ്റെ മണമുള്ള പാട്ടുകൾ എന്നൊക്കെ തന്നെ അതുകൊണ്ടായിരിക്കാം ഈ നാടൻ പാട്ടുകളെ വിളിച്ചു തുടങ്ങിയത്. നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിസരങ്ങളാണല്ലോ, മണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതാണല്ലോ എല്ലാ പുഴയും നമ്മുടെ അതിനോട് ചേർന്നല്ലേ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വഴക്ക പദങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് വന്ന് ചേരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, അങ്ങനെയാണ് അത്. മറ്റൊരു കാര്യം, ജയേട്ടൻ എങ്ങനെയാണ് ഈ നാടൻ പാട്ട് ഒരു ഇപ്പം ജയേട്ടൻ ഇപ്പം ഫോക്ക് ലൈഫ് അക്കാഡമിയുടെ ഡയറക്ടറായിട്ട് തുടരുന്നു, നിരവധി വേദികൾ നാടൻ പാട്ട് കൊണ്ട് കീഴടക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നാടൻ പാട്ട് എന്ന് പറയുന്ന ഈ കലാരൂപത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്? അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ എൻ്റെ നാട്ടിൽ ഒരുപാട് പാട്ടുകളുണ്ട്. എൻ്റെ നാട്ടിൽ അത് പ്രത്യേകിച്ച് ഓണപ്പാട്ടുകളാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. എൻ്റെ നാട്ടിലെ മനുഷ്യരെല്ലാവരും അവർ ഓണത്തിന് സംഘമായി പാട്ടും പാടി, ഓണത്തിന് അവരുടെ ഒരു ആഘോഷമാണ് സ്ത്രീകളുടെ. പുരുഷന്മാരുടെ വേറെ ആഘോഷമുണ്ട്. ഈ സ്ത്രീകൾ കംപ്ലീറ്റ് പാടി കളിക്കുന്നൊരു അവരുടെ ഒരു ഓണമാണ് ഞങ്ങളുടെ നാട്ടിലെ ഓണം. എല്ലാ പെണ്ണുങ്ങളും ഒന്നിച്ച് അവിടുത്തെ അമ്മമാരെല്ലാം ഒന്നിച്ചിറങ്ങിയിട്ട് പഴയ പാട്ട് പാടിക്കൊണ്ട് കളിക്കുക. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിട്ട് അശകോശലേ പെണ്ണുണ്ടോ ശ്രീകോശാവാലും പെണ്ണുണ്ടോ ചാമി രണ്ടുക്കും പെണ്ണുണ്ടോ തൃക്കാമേനി മാപ്പിളക്ക് അശകുശലേ പെണ്ണില്ല ശ്രീകോശാവാലും പെണ്ണില്ല ചാമി രണ്ടുക്കും പെണ്ണില്ല തൃക്കാമേനി മാപ്പിളക്ക് ഒരു കൊടുക്കാം പൊന്നും തരാം പൊന്നിട്ട പെട്ടകം കുട്ടിയും തരാം പുത്താത്ത കൊലൊളിച്ചും തരാം പെണ്ണിനെ തെരുവൊഴി മാതൂരെ ഒരു കൊടുക്കാ പൊന്നും വേണ്ട പൊന്നിട്ട പെട്ടകം കുട്ടിയും വേണ്ട പുത്താത്ത കൊലൊളിച്ചും വേണ്ട പെണ്ണിനെ കിട്ടാ മാതൂരെ രണ്ടു കൊടുക്കാ പൊന്നും തരാം പൊന്നിട്ട പെട്ടകം കുട്ടിയും തരാം പുത്താത്ത കൊലൊളിച്ചും തരാം പെണ്ണിനെ തെരുവൊഴി മാതൂരെ ഒന്നരയരിയും കാശും പീസും തന്നാ പെണ്ണിനെ തെരുവോടി മാതൂരെ ഒന്നരയരിയും കാശും പീസും തന്നാ പെണ്ണിനെ കിട്ടാ മാതൂരെ രണ്ടരയരിയും കാശും പീസും തന്നാ പെണ്ണിനെ തെരുവോടി മാതൂരെ രണ്ടരയരിയും കാശും പീസും തന്നാ പെണ്ണിനെ കിട്ടാ മാതൂരെ ഒരു കാതം വഴി നടന്നു വെയിലുകൊണ്ടു ഞാൻ വരുമ്പോ ഒരടയ്ക്കാ മൂടം വെട്ടി തന്നിതായൂ തൊഴിമാരെ തന്നീതാ മണിക്കണറ്റിൽ പളയിതാ തൊടിത്തടത്തിൽ താക്കോലിതാ മേപ്പടിയിൽ വന്നവരെ കോരിക്കൂടി. ഇത് ഇത്രയല്ല, ഇത് വെച്ചാൽ രണ്ട് സംഘങ്ങളായി ചേർന്നതുകൊണ്ട് ഒരു ഭാഗം വന്നിട്ട് ഭയങ്കര ആവേശം ഉള്ള ഒരു വലിയ ഡ്രമാറ്റിക് നാടകീയമായ ഒരു മുഹൂർത്തം, ഭയങ്കര ആവേശമാണ് അവർ അതിനകത്ത് സൃഷ്ടിക്കുന്നത്. അപ്പോൾ പെണ്ണിനെ ചോദിക്കുന്നതാണ്, നാടിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രമാണ് ഇതുകൊണ്ട്. അപ്പോൾ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാരെല്ലാം അറിഞ്ഞിരിക്കണം, ഭയങ്കര ഉത്തരവാദിത്തമാണ് ആ നാട്ടുകാർക്കെല്ലാം കുട്ടിയോടുള്ള ആ പെണ്ണിനോടുള്ള ഉത്തരവാദിത്തം. അപ്പോൾ പുരുഷന് ആ യോഗ്യനാണോ ഉറപ്പിക്കണം, അവന് ഈ കുട്ടിയെ ജീവിതകാലം മുഴുക്കെ പോറ്റും എന്ന് ഉറപ്പുണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള. അപ്പോൾ സ്ത്രീക്ക് വളരെ വാല്യൂ ഉണ്ടായിരുന്ന ഒരു ദ്രാവിഡിയൻ കാലഘട്ടത്തിൻ്റെ ചരിത്രമാണത്. സ്ത്രീകൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യവും അധികാരവും അല്ലെ അവർക്ക് സമൂഹത്തിൽ ഇതുണ്ടായിരുന്ന ഒരു കാലത്തെ അത് ഉറപ്പെടുത്തുന്നുണ്ട്. അപ്പം ഈ പെണ്ണിൻ്റെ ബന്ധുക്കൾ, ചിറ്റപ്പൻ, അമ്മമാർ, സകലമാന ബന്ധുക്കളെയും ഒക്കെ തന്നെ ഉറപ്പിക്കണം. ഈ കുട്ടിയുടെ ജീവിതാവസാനം വരെ സുരക്ഷിതത്വം ഉറപ്പിക്കുക എന്നൊക്കെ പറയുന്ന വലിയ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തരുത്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇത് പ്രലോഭിക്കും. അങ്ങനെ പല ഇതുണ്ട് പെണ്ണ് ചോദിക്കലിന്, പെണ്ണെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കാലം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഒരു ട്രെൻഡ് മാറിയില്ലേ, പെണ്ണിന് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന അതിന്റെ മാറിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാട്ടിൽ അതിന്റെ പൊളിറ്റിക്സ് നമുക്ക് അന്ന് മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഒരു നാടിൻ്റെ വിചിത്രമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ചില പാട്ടുകളാണ്. അപ്പോൾ പശുവേ പുല്ലുന്ന പുലിയെ കല്ലുന്ന വലിയ വിചിത്രമായ കളിയുണ്ട്. അത് പശുവും പുലിയും തമ്മിലുള്ളൊരു സംഭവമാണ്. പശുവിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നാടിൻ്റെ മൊത്തം ആവശ്യമാണ്. അപ്പം സ്ത്രീകൾ എല്ലാം കൂടെ വട്ടം ചേർന്നിട്ടാണ് ഈ പശു പുലി പോരാട്ടം നടക്കുന്നത്. പശുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പശു സ്ത്രീ എന്നുള്ള കൺസെപ്റ്റ്. അപ്പം പുലി എന്ന് പറയുന്ന സാധനം പുരുഷമേത, അത് ഇവരുടെ സംഘടിതമായ ഇത് ചെയ്യാണ്ട് പശുവിനെ ആക്രമിക്കാൻ വരുന്ന ഒരു കാലത്തും പിടികൊടുക്കാതെ ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്ന വിചിത്രമായ പശുവേ പുല്ലുന്ന പുലിയെ കല്ലുന്ന പശുവേ പുല്ലുന്ന പുലിയെ കല്ലുന്ന ഈ കാട്ടിലോന്തുണ്ടോ ഓന്തും കുഞ്ഞിനു ചേകിടുണ്ടോ ഈ
ഇക്കാട്ടിലോന്തില്ല ഒന്നും കുഞ്ഞിന് ചേകീടിൽ. ഇക്കാട്ടിലാനയുണ്ടോ ആന കുഞ്ഞിനു ചേകീടുണ്ടോ? ഇക്കാട്ടിലാനയില്ല ആന കുഞ്ഞിനു ചേകീടിൽ. ഇക്കാട്ടിൽ പുലിയുണ്ടോ പുലി കുഞ്ഞിനു ചേകീടുണ്ടോ? ഇക്കാട്ടിൽ പുലിയില്ല പുലി കുഞ്ഞിനു ചേകീടിൽ. പശുവേ പശുവേ പുല്ലുന്ന പുലിയെ പുലിയെ കല്ലുന്ന. പശുവേ പശുവേ പുല്ലുന്ന പുലിയെ പുലിയെ കല്ലുന്ന. അപ്പം ഇത് വിചിത്രമാണ്. ഇതിനകത്ത് ഒരുപാട് അംശങ്ങൾ ഒരുപാട് ഉണ്ട്. അപ്പം ഇത്തരം പാട്ടുകൾ എനിക്കറിയാം. അപ്പം ഇത്തരം പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ വിചിത്രമായ ആഘോഷങ്ങളാണ്. അത് സ്ത്രീകളിലാണ് അത് പാടി കളിക്കുന്നത്. ഇപ്പം ഇങ്ങനെ അതുപോലെ ഊഞ്ഞാൽ പാട്ടുകൾ ഞാൻ പാടി പലർക്കും അറിയാം. ഇപ്പോൾ എനിക്കുള്ള എൻ്റെ ഓർമ്മയിലുള്ള രാത്രി കാലങ്ങളിലാണ് നാട്ടിലെ സത്യത്തിൽ സ്ത്രീകൾ അവരുടെ എല്ലാ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഊഞ്ഞാലാട്ടം അവരുടെ ഒരു ആഘോഷങ്ങളിലേക്ക് മൊത്തം രാത്രി. അപ്പോൾ അവർ രാത്രി ഇങ്ങനെ പാടുന്നതൊക്കെ നമുക്ക് കേൾക്കാം. അപ്പം ഊഞ്ഞാലോ ഈ താളത്തിലാണ് ഈ ഊഞ്ഞാലിന്റെ ആട്ടമുണ്ട്. ഒരു ചില്ലാട്ടമൊക്കെ പറക്കുന്ന എഴുന്നേറ്റ് അവര് പകലങ്ങാണ് സ്ത്രീകൾക്ക് ചില്ലാട്ടം പറക്കുന്നത്. അപ്പൊ അവര് കയറിയിട്ട് അതിവേഗമായിട്ട് അവരുടെ ലോകമാണ്. ഊഞ്ഞാലോ പാണ്ടിയാലോ കുളക്കൊയ്യമ്മ മുട്ടയിട്ടേ. ഊഞ്ഞാലോ പാണ്ടിയാലോ കുളക്കൊയ്യമ്മ മുട്ടയിട്ടേ. ഊഞ്ഞാലോ പാണ്ടിയാലോ കുളക്കൊയ്യമ്മ മുട്ടയിട്ടേ. ഒരരുവേ പോകുമ്പോൾ ഒരരി വട്ടിപ്പാവും മുട്ട. പാവയ്ക്കാ പിച്ചടി മോളെ വട്ടം ചെത്തിയരിയടി മോളെ. രണ്ടരുവേ പോകുമ്പോൾ രണ്ടരി വട്ടിപ്പാവും മുട്ട. പാവയ്ക്കാ പിച്ചടി മോളെ വട്ടം ചെത്തിയരിയടി മോളെ. മൂന്നരുവേ പോകുമ്പോൾ മൂന്നരി വട്ടിപ്രാവും മുട്ട. പാവയ്ക്കാ പിച്ചടി മോളെ വട്ടം ചെത്തിയരിയടി മോളെ. അഞ്ചരിവേ പോകുമ്പോൾ അഞ്ചടി വട്ടിപ്രാവും മുട്ട. പാവയ്ക്കാ പിച്ചടി മോളെ വട്ടം ചെത്തിയരിയടി മോളെ. ആറരുവേ പോകുമ്പോൾ ആറരി വട്ടിപ്രാവും മുട്ട. പാവയ്ക്കാ പിച്ചടി മോളെ വട്ടം ചെത്തിയരിയടി മോളെ. കുഞ്ഞാലോ പാണ്ടിയാലോ കുളക്കൊയ്യമ്മ മുട്ടയിട്ടേ. കുഞ്ഞാലോ പാണ്ടിയാലോ കുളക്കൊയ്യമ്മ മുട്ടയിട്ടേ. ഇത് ഊഞ്ഞാലാട്ടത്തിന്റെ പാട്ടിലാണ്, പാട്ടിലാണ്. ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എന്തെല്ലാം പാട്ടുകൾ അവരുടെ ശേഖരങ്ങളിലുണ്ടെന്നത്. മുടിയാട്ടം പാട്ട്, അങ്ങനെ തുമ്പി തുള്ളൽ. തുമ്പി അവർ വട്ടത്തിൽ ഇരുന്നിട്ട് മറ്റേ തൂപ്പൊക്കെ വെച്ചിട്ട് അവർ ചെയ്തിട്ട് ഈ വട്ടം ഇരുന്നിട്ട് അവരിങ്ങനെ തെളിയ എന്താ തുമ്പി തുള്ളാത്ത പൂ പോരഞ്ഞ പൂക്കല്ല പോരഞ്ഞ ആള് പോരഞ്ഞ ആരവം പോര. ഇത് വെച്ചാൽ ചിത്രമായ ഒരുപാട് ഈ ഇത്തരം പാട്ടുകൾ കേട്ടിട്ട് എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം പാട്ടുകൾ ഞാൻ എൻ്റെ മുത്തശ്ശി ഭഗവതിയമ്മാൾ എന്ന് പറയുന്ന അമ്മ ഈ പാട്ട് വളരെ മനോഹരമായിട്ട് പാടും. അവർ തമിഴ് വംശത്തിൻ്റെ ഒരു വലിയ ദ്രാവിഡ പാരമ്പര്യത്തിൻ്റെ പാട്ടുകളുടെ ഒരുപാട് പാട്ടുകൾ അറിയാമായിരുന്നു. അപ്പോൾ ആ പാട്ടുകളൊക്കെ ഞാൻ കേൾക്കുകയും അവരെന്നെ കേൾപ്പിക്കുകയും അത് വളരെ ഇഷ്ടത്തോടു കൂടി ഞാനത് കേൾക്കുകയും പിന്നെ അങ്ങനെ ആ പ്രായം ചെന്ന അമ്മമാരുടെ നിന്നെല്ലാം ഞാൻ ആ പാട്ടുകൾ അവർ പല മെമ്മറികളിൽ ഉണ്ടായിരുന്ന കടങ്കഥകൾ പാട്ടുകളെല്ലാം ഞാനത് ശേഖരിക്കാം. പിന്നെ അതൊരു ഇതിൻ്റെ യാത്രയായി. അതൊരു പല മേഖലകളിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് പാട്ടുകൾ അന്വേഷിക്കുകയൊക്കെ ചെയ്ത ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആണത്. അപ്പം പിന്നെ അങ്ങനെ ആ കാലത്ത് പ്രൊഫഷണൽ പാട്ടുകാർ കേരളത്തിൽ ഒരുപാട് പാട്ടുകളില്ലായിരുന്നു. വളരെ കുട്ടപ്പ സാറൊക്കെ അപ്പോൾ ഡൈനാമിക് ആക്ഷനൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രവർത്തനം. അങ്ങനെയാണ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ സ്റ്റേജിലേക്ക് നമ്മൾ ആ പാടെ കൊച്ചു ചെണ്ടയൊക്കെ സംഘടിപ്പിച്ചിട്ട് സ്റ്റേജിൽ നാടൻ പാട്ട് അവതരിപ്പിക്കാൻ തുടങ്ങിയ സ്റ്റേജ് ഷോ എന്ന് പറയുന്ന സാധനം. അപ്പോൾ എൻ്റെ നാട്ടിലെ പിള്ളേരെ എല്ലാം കൂട്ടി പിന്നെ പാട്ടുകൾ കളക്ട് ചെയ്യും. അതിന് വലിയ കുറച്ചുകൂടെ ആളുകൾക്ക് ഇഷ്ടപ്പെടാവുന്ന പാട്ടുകളുടെ ഒക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്യും. അങ്ങനെ പാടുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നതാണ്.